പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി മലയാളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. പ്രവാസി മലയാളി ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ദുബായിൽ നിന്നും അത്തരത്തിലൊരു വാർത്തയിലേക്ക്. ദുബായിൽ ബാത്ടബിന്റെ ഫിൽറ്ററിൽ മുടി കുരുങ്ങി 10 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വീട്ടിൽ സജ്ജീകരിച്ചിരുന്ന 1 മീറ്റർ മാത്രം ആഴമുള്ള ടബിലാണ് പെൺകുട്ടി അതിദാരുണമായി മുങ്ങി മരിച്ചതെന്ന് ദുബായ് പോലീസ് ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി വിഭാഗത്തിന് കീഴിലെ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ കേണൽ അഹമ്മദ് ഹുമൈദ് അൽ മറി പറയുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി തുടങ്ങി. എന്തായാലും ഈ വാർത്ത ഏവരും ഞെട്ടിക്കുന്നതാണ്. ഈ ദുരന്ത സംഭവം ബർദുബായ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. വീട്ടിലെ ഹോട്ട് ടബ് ഉപയോഗിക്കാൻ പെൺകുട്ടി അച്ഛനോട് അനുവാദം ചോദിച്ചിരുന്നു. ഏറെ നേരം കഴിഞ്ഞും മകളെ കാണാതായതോടെ അച്ഛൻ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. തുടർന്നാണ് ബാത്ത് ടബിൽ അനക്കമറ്റ നിലയിൽ നിശ്ചലയായി തന്റെ മകളെ കണ്ടത്. സ്വിമ്മിംഗ് പൂളുകളും ബാത്ത് ടബുകളും ഉപയോഗിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കാതെ കുട്ടികളെ അനുവദിക്കരുത് എന്നൊരു വലിയ പാഠമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ബാത്ത് ടബിന്റെ ഫിൽറ്ററിനടിയിൽ മുടി കുരുങ്ങി അനങ്ങാൻ കഴിയാത്ത നിലയിലായിരുന്നു കുട്ടിയുടെ ശരീരമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. അപകടം നടന്ന ടബിൽ പോലീസ് ഫോറൻസിക് വിഭാഗങ്ങൾ പരിശോധന നടത്തിപ്പോരുന്നു. ടബിന്റെ നിർമ്മാണത്തിൽ പിഴവുള്ളതായി ഫോറൻസിക് എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കാലുകളോ ആഭരണങ്ങളോ വസ്ത്രത്തിന്റെ ഭാഗങ്ങളോ കുടുങ്ങി അപകടമുണ്ടാവാൻ ഏറെ സാധ്യതയുള്ള തരത്തിലാണ് ടബിന്റെ ഭാഗങ്ങൾ നിർമ്മിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. പോലീസ് വിശദമായ പരിശോധന നടത്തുകയാണ്. സ്വിമ്മിംഗ് പൂളുകളും ബാത്ത് ടബുകളും ഉപയോഗിക്കാൻ മുതിർന്നവർ ശ്രദ്ധിക്കാതെ കുട്ടികളെ അനുവദിക്കാതിരിക്കൂ. ഈ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസും നൽകുന്നത്. എന്തായാലും ആ കുടുംബത്തിൽ ഈ കുട്ടിയുടെ വേർപാട് തികച്ചും ദുഃഖകരമാണ്. ഒരു കുഞ്ഞിനും ഇങ്ങനൊരു അവസ്ഥയും ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.